വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദേവദാസനോട് കാര്യം പറഞ്ഞത് നമ്മള് വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കർത്താവിന്റെ തേജസ്സുമായിട്ടാണ് അവര് വിശ്വാസികളെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. प्रभु हमें प्रभु परमेश्वर का महिमा के साथ एक होने के लिए, महिमा में एक होने के लिए हमें भाइयों के साथ जोड़ा. നമ്മള് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് കർത്താവിന്റെ ജീവനാ കിട്ടുന്നത്. അപ്പൊ ആ ജീവൻ കിട്ടുമ്പോൾ കർത്താവിലുള്ള ഏത് ജീവനുണ്ട് അതേ സെയിം ജീവനാണ് നമുക്ക് കിട്ടുന്നത്. जो जीवन हमें मिला वो प्रभु का ही जीवन था. प्रभु के अंदर जो जीवन था वही हमें मिला. അപ്പൊ അതുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ മക്കളായി മാറുക. इसलिए हम क्या हो रहे हैं, हम परमेश्वर का बच्चे बन जाते हैं. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളാന്ന് പറയുമ്പോൾ പിതാവായി ദൈവം യേശുവിനെ എങ്ങനെ മകനെ എന്ന് വിളിച്ച് ഏത് സ്റ്റാൻഡേർഡ് വെക്കുന്നോ അതേ സ്റ്റാൻഡേർഡ് നമ്മളെ മക്കളെ എന്ന് വിളിച്ച് അതേ സ്റ്റാൻഡേർഡ് വെക്കുക. तो जिस तरीके से पिता परमेश्वर ने यीशु मसीह को एक पुत्र करके बुलाकर स्वीकारा, उसी रीति से हमें भी एक पुत्र बोलकर, एक बच्चा बोलकर हमें परमेश्वर स्वीकार. അപ്പൊ അവന്റെ ജീവനിൽ നമ്മൾ സെയിം ആണ്, അവന്റെ പുത്രത്വത്തിൽ നമ്മൾ സെയിം ആണ്. എന്നിട്ട് അവന്റെ തേജസ്സിന്റെ വിഷയത്തിൽ വരുമ്പോഴും അതേ സെയിം ഗ്ലോറിയിലാണ് നമ്മൾ കർത്താവിന്റെ ഗ്ലോറി കാണിക്കുന്ന പോലെ തന്നെ അതേ ഗ്ലോറിയിലായിരിക്കും നമ്മൾ പ്രകടമാകുന്നത്. जिस तरीके से हम पुत्रत्व में एक ही समान है, जिस तरीके से हम हमें जीवन में एक ही समान है, उसी समान हम सब महिमा में भी हम एक ही तरीके का महिमा, जो यीशु मसीह का जो महिमा है वही हमें मिलेगा. ഈ വിഷയത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഗ്ലോറി പ്രാപ്തി കിട്ടി തരാൻ വേണ്ടിയിട്ടുള്ള കർത്താവ് ചെയ്ത ആ പരിശ്രമത്തിന്റെ ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ये महिमा हमें देने के लिए प्रभु ने जो कार्य किया उसका छोटा बात मैं बोलना चाहता हूं. ഈ ചെറിയ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ये छोटी बात अगर हम समझे तो ये बहुत बड़ी बात होगी. കാരണം ഇത് മൊത്തം സ്വർഗത്തെയും ഭൂമിയെയും ഭൂമിയുടെ അടിയിലുള്ള അധോലോകത്തെ കുലുക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് ചെയ്തത്. ये जो छोटी बात जो मैं बोल रहा हूँ, ये जो कार्य जब प्रभु ने किया, ये स्वर्ग को, भूमि को, भूमि के नीचे को, ये सारे मंडल को हिला दिया. അത് വേറെ ഒരു പ്രവൃത്തി അങ്ങനെ ചെയ്ത് ഇതിഹാസത്തിൽ അങ്ങനെ നടന്ന് ഇങ്ങനെ കുലുക്കാൻ പറ്റില്ല. സ്വർഗത്തെയും ഭൂമിയെയും അധോലോകത്തെ ഒരുമിച്ച് കുലുക്കാൻ പറ്റില്ല. അങ്ങനെ വേറെ സംഭവം ഇങ്ങനെ നടന്നിട്ടില്ല വേറെ എവിടെയും. ऐसे किधर पे ऐसा संभव नहीं हुआ कि जहाँ स्वर्ग भूमि और भूमि के मंडल पूरा हिल जाए. റെവലേഷൻ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ प्रकाशित वाक्य 5वां अध्याय में पढ़ते हैं. ഞാൻ എപ്പോഴും വെറുതെ വായിച്ചുകൊണ്ട് പോകുന്ന ഒരു അധ്യായമാണ്. എന്നാൽ ये अध्याय मैं हमेशा ऐसे पढ़कर जाता हूँ. അവിടെ 1 തൊട്ട് 4 वरे 1 से 4 तक पढ़ेंगे. जो सिंहासन पर बैठा था, मैंने उसके दाहिने हाथ में पुस्तक देखी जो भीतर और बाहर लिखी हुई थी, और वह 7 मुहर लगाकर बंद की गई थी. फिर मैंने एक बंधन स्वर्गदूत को देखा जो ऊंचे शब्द से यह प्रचार करता था, इस पुस्तक की खोलने और उसकी मुहरें तोड़ने की योग्य कौन है? परंतु न स्वर्ग में, न पृथ्वी पर, न पृथ्वी के नीचे कोई उस पुस्तक की खोलने या उस पर दृष्टि डालने की योग्य निकला. तब मैं फूट कर रोने लगा, क्योंकि उस पुस्तक की खोलने या उस पर दृष्टि डालने की योग्य कोई न मिला. इस पर അതിന് 3-4 വചനത്തിൽ വായിക്കോ. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. മൂന്ന് ലോകത്തെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർലോകം, ഭൂമിലോകം, ഭൂമിയുടെ അധോലോകത്തിൽ ആർക്കും ഇവിടെ ദൂതം പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി പിതാവായ ദൈവത്തിൽ നിന്ന് ആ പുസ്തകം അല്ലെങ്കിൽ ചുള്ള് ആ സ്ക്രോൾ വാങ്ങാൻ ആർക്കും അവിടെ ശക്തി ഇല്ലാന്ന് പറയുന്നു. 3 मंडल को हम देखते हैं, स्वर्ग, भूमि और भूमि के नीचे अधोलोक. ये जो मंडल से किसी को भी वो लोग योग्य नहीं थे कि पिता के हाथ से ये पुस्तक ले पाए. നമുക്കറിയാം ആ ചുള്ളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലും എഴുതിയിട്ടുണ്ട് പുറത്തും എഴുതിയിട്ടുണ്ട്. पुस्तक का खासियत क्या है कि भीतर और बाहर दोनों जगह पे लिखा गया. ഉള്ളില് വീണ്ടെടുക്കപ്പെട്ടവരുടെ പേരും വെളിയില് ന്യായവിധിക്ക് വേണ്ടി ഒരുക്കിയവരുടെ പേര് അവരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. भीतर जो उद्धार पाए हुए लोगों का नाम और बाहर जिनको पर न्याय आने वाला उनका नाम लिखा है. എന്നാൽ ഈ പ്രവർത്തനം ചെയ്ത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആര് വന്ന് ആ പിതാവിന്റെ കയ്യിൽ നിന്ന് ആര് വന്ന് രക്ഷിക്കും, അവരുടെ ന്യായവിധിയിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകം ആര് അവന്റെ കയ്യിൽ നിന്ന് ആരോ വാങ്ങണം. अगर ये जो भीतर लिखा हुआ उद्धार प्राप्त हुए हुए उन लोगों का नाम लिखा गया पुस्तक को कौन आकर लेकर वो मोहर को तोड़कर बता सकता है? ये कौन कर सकता है? देखते समय में कोई नहीं कर. അങ്ങനെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തനം അങ്ങനെ ആര് പ്രവർത്തിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് യോഹന്നാൻ നോക്കുക. ആദ്യം സ്വർഗത്തിൽ നോക്കി, ഭൂമിയിൽ നോക്കി, അധോലോകത്തിൽ നോക്കി. ഈ 3 ലോകത്തിൽ നിന്നും ആർക്കും അവിടെ 2 കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പുസ്തകം വാങ്ങാൻ
അത് വീട് നോക്കാൻ പോലും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. 4-ാം വാക്യം അല്ലേ? ഒന്നാം വാക്യത്തിൽ എന്താ വായിച്ചേ? ഒന്നാം വാക്യത്തിൽ ഈ പുസ്തകം എടുക്കാനാണ് സൗണ്ട് വരുന്നത്. ആരെങ്കിലും വന്ന് ഈ പുസ്തകം എടുക്കുന്ന പറയുന്നത്. എന്നാൽ 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എടുക്കാൻ ഇവിടെ നോക്കാൻ പോലും ശക്തിയില്ല ആർക്കും. तो जब भी पूछते समय में ये पुस्तक का खासियत क्या है कि वो पूछते समय में ऐसा पूछ रहा है कि कौन है ये जो पुस्तक ले सके और उसका मोहर बोल सके, पर जब भी उत्तर देखते समय में यूहन्ना जब भी देख रहा है कि स्वर्ग में, भूमि में और पाताल में कोई भी ऐसा योग्य नहीं है कि वो लोग पुस्तक ले सके, लेने का छोड़ो पर केवल देख सके उसके लिए भी कोई योग्य नहीं है. നമ്മൾ കേട്ടതുപോലെ തന്നെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണെന്ന് അറിയോ? അടുത്ത് കൂടാൻ പറ്റാത്ത അൺഅപ്രോച്ചബിൾ ലൈറ്റിന്റെ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുക. ആ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഏത് ജീവിക്ക് ശക്തിയുണ്ട് അടുത്തു പോകാൻ? ആരുമില്ലെന്ന് കണ്ടപ്പോൾ യോഹന്നാൻ അവന്റെ ആ ശമിക്ക അവസ്ഥ കണ്ട, അയ്യോ ഇനി കാരണം എന്നെ പിതാവിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ എന്റെ രക്ഷ എങ്ങനെയാവുമെന്ന് പറഞ്ഞ് അവൻ കരയുവാ. हम देखते समय में जो पिता जो उधर बेटा है, पिता किधर रहने वाला पिता है जो कोई भी पास नहीं आ सकता, उतना ज्योति में रहने वाला पिता के सामने उनके सामने आकर उनके हाथों से कौन पुस्तक ले सके? ये देखते समय में यूहन्ना देखते समय में कोई देखने के लिए भी योग्य नहीं था. ऐसे समय में क्या हो रहा है? यूहन्ना फूट फूट कर रो रहा है कि ये कार्य कौन करेगा. और इंग्लिश में लिखित verse 4, so I wept much because I found no one worthy, no one capable, യോഗ്യനായിട്ട് ഈ പുസ്തകം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനോ അത് തുറന്ന് നോക്കാനോ അത് അവന്റെ അടുത്ത് വരെ വരാൻ പോലും ആരും യോഗ്യനില്ല. ആ യോഗ്യനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ ഭൂമിയുടെ അധോലോകത്തിലായിക്കോട്ടെ ഒരു ജീവിക്ക് പോലും അങ്ങനെ ആ ചെയ്യാനുള്ള ശക്തിയോ കഴിവേ ഇല്ല. जब यूहन्ना देख रहा है 14 वाक्य में कि वो फूट फूट कर रो रहा है क्योंकि वो देखा उसको कोई योग्य दिखाई नहीं कि वो लोग आकर पुस्तक ले सके और देख भी सके उस पर, और क्योंकि स्वर्ग में भूमि और भूमि के नीचे ऐसा कोई काबिलियत किसी के पास है ही नहीं कि जो वो पुस्तक लेकर वो मोहर बोल सके. അവിടെ ആറാം വാക്യം 6वां वचन അഞ്ചു ആറ് അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വീരമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും. എവിടെ നോക്കിയേ? ഞാൻ സിംഹാസനത്തിലും 4 ജീവിയുടെ ഇടയ്ക്ക് നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അത് മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ 8-ാം വാക്യം 7-ാം വാക്യം അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. കണ്ടോ ഇവിടെ ഇവർ ഈ പ്രിയപ്പെട്ടവരെ ഈ സ്ഥലത്തിന്റെ ആ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ വലിയ ഒരു മീറ്റിംഗ് നടക്കുക, ഒരു വലിയ ഒരു ആൾക്കൂട്ടമുണ്ട് അവിടെ. ഈ ആൾക്കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? സ്വർഗത്തിലുള്ള ജീവികളുണ്ട്, ഭൂമിയിലുള്ള ജീവികളുണ്ട്, അധോലോകത്തിന്റെ ജീവികളുണ്ട്. അത്രയും വലിയ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ആർക്കും ആ സിംഹാസനത്തിന്റെ അടുത്ത് വരാൻ ആർക്കും യോഗ്യതയില്ല. हम देखते समय में उधर एक बड़ा ये 4 से हम 7 तक पढ़ते समय में हमें क्या मालूम पड़ता है? उधर एक बड़ा मीटिंग चालू है और उधर स्वर्ग के मंडल के लोग, भूमि के मंडल के लोग और अधोलोक के मंडल के लोग, ये तीनों मंडल के लोग उधर है. और किसी के पास ये योग्यता नहीं है कि वो लोग परमेश्वर की उपस्थिति में पास भी आकर वो लोग वो पुस्तक देख भी सके. എന്നാൽ ഇപ്പൊ അർക്കപ്പെട്ട കുഞ്ഞാട്, അതായത് കർത്താവ് യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തെക്കാളും ഭൂമിയെക്കാളും ഭൂമിയുടെ അധോലോകത്തിന്റെ ജീവിയെക്കാളും അതിശക്തമായ അല്ലെങ്കിൽ പിതാവിന്റെ വെളിച്ചത്ത് അടുത്ത് വരാനുള്ള ശക്തനും പ്രാപ്തനായതും യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. अभी देखते उधर क्या पढ़ा है कि 4 जीवियों के बीच में और बुजुर्गों के बीच में उधर एक मेमना बंद हुआ खड़ा है. वो मेमना आकर परमेश्वर के हाथ से, दाहिने हाथ से उसने वो पुस्तक ले लिया कि और ये यीशु मसीह है जो स्वर्ग से भी, भूमि से भी, अधोलोक से भी सबसे एकदम उत्तम व्यक्ति जो
योग्य व्यक्ति जो पिता के उपस्थिति से वो पुस्तक ले पाए। നമ്മള് നേരത്തെ കേട്ടു നമ്മുടെ കർത്താവിന്റെ റാങ്ക് എന്താണല്ലേ? हम यीशु मसीह का रैंक के बारे में हम सुने। എത്ര തേജസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര വെളിച്ചമാ തേജസ് ഉണ്ടോ അതാണ് അവരുടെ റാങ്ക്. कितना तेजस है उतना उनका कितना महिमा है उतना उनका दर्जा रहेगा। അപ്പൊ നമുക്കറിയാം സ്വർഗത്തിൽ ഏറ്റവും അടുത്ത് നിന്ന് 4 ജീവികളും 24 മൂപ്പന്മാരാണ്. तो हम इधर जब पढ़ते समय में हमें मालूम पड़ता है कि स्वर्ग वो सिंहासन के एकदम पास 4 जीवी और वो 24 बुजुर्ग थे। അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരാണ് ഏറ്റവും ഹൈയസ്റ്റ് ഗ്ലോറി റെപ്രസെന്റ് ചെയ്യുന്നത്. उसका मतलब क्या था? उसका मतलब क्या है? तभी तक वो लोग थे एकदम ऊंचा दर्जा में उधर परमेश्वर के एकदम निकट रहने वाले। പക്ഷെ അവരിൽ നിന്നും ആർക്കും പുസ്തകം വാങ്ങാൻ അധികാരമില്ല അല്ലെങ്കിൽ യോഗ്യതയില്ല. और उनके बीच में से भी किसी के पास योग्यता नहीं था कि वो लोग पुस्तक जाकर ले पाए और वो सिंहासन के निकट आ पाए। എന്നാൽ ആ കുഞ്ഞാട് എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി 8-ാം വാക്യം. और जब भी वो मेमने ने जो पुस्तक लिया वाक्य 8 पढ़ते समय में പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. മതി. കണ്ടോ? ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ആരാധനയുടെ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ചിത്രമാണ്. 8वां वचन में हमें मालूम पड़ता है इधर है स्वर्ग का सच्ची में जो आराधना का चित्र उधर 24 बुजुर्ग और 4 जीव वो लोग गिरकर वो लोग नमन कर रहे, वो लोग धन्यवाद दे रहे। കാരണം ഏറ്റവും ഹയസ്റ്റ് അവിടെ തേജസ്സിന്റെ റാങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ്സ് ആണ് ആ 4 ജീവികളും 24 മൂപ്പന്മാരും. അവർക്ക് ശക്തിയില്ല പുസ്തകം എടുക്കാൻ. എന്നാൽ കുഞ്ഞാടിനെ കണ്ടപ്പോൾ അവിടെ ഉടനെ തന്നെ അവർ വീട് വണങ്ങുക. കാരണം ആരാധിക്ക് യോഗ്യൻ അവനെ മാത്രമേ ഉള്ളൂ. तो स्वर्ग का एकदम ऊंचा दर्जा वाले 24 बुजुर्ग और 4 जीवियों को देखते समय में वो लोग एकदम ऊंचा दर्जे में थे। पर जब ये मेमना प्रकट हुआ वो लोग सब लोग अपना सारा दर्जा छोड़ गिराकर वो लोग नमन कर रहे, वो लोग गिरकर स्तुति कर रहे क्योंकि वही है एकदम उत्तम और एकदम ऊंचा दर्जा वाला। 9-ാം വാക്യം. 9वां वचन പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിനും ഭാഷയിലും വംശത്തിനും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാൻ. മതി. ഹിന്ദിയിൽ വേണ്ട. वे नया गीत गाने लगे तो इस पुस्तक के लेने और इसके मोहरे खोलने की योग्य है, क्योंकि 5:9 बड़ा होई बंद होकर अपने रंगों से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल ദൈവത്തിനായി അവര് മൂലമാക്കി. അപ്പൊ ഈ ആട് എവിടുന്നാ വന്നേ അറിയോ? परमेश्वर के लिए मोल लेने के लिए उनको खरीदा गया बोलकर ये मेमना कहाँ से आया है? നമ്മളത് വായിച്ചു. ആ സിംഹാസനവും 4 ജീവികളുടെ ഇടയ്ക്കുന്നാണ് വന്നത്. അതായത് ഏറ്റവും സെന്ററിലെ അപ്പൊ ജീവികൾ സിംഹാസന്റെ അടുത്താണെങ്കിൽ അതിനേക്കാളും അടുത്തായിരുന്നു ക്രിസ്തു ആ കുഞ്ഞാട്. तो सारे जीवियों के बीच में से प्रभु प्रकट हुआ उधर लिखते समय उधर क्या समझ में आ रहा है? तो सिंहासन के एकदम निकट प्रभु यीशु मसीह था। എന്നിട്ട് അവൻ ദൈവത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്ന് ബോധത്തിൽ നിന്ന് ഭാഷത്തിൽ വംശത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? तो इधर परमेश्वर के लिए सारे गोत्र सारे वंश सारे भाषाओं से हमें मोल ले लिया। പ്രിയ നമ്മളാരാ? നമ്മള് ഭൂമിയുടെ ജീവികളാ കേട്ടോ. हम कौन है? हम इस भूमि में भूमि का जीवी। അപ്പം ആദ്യം സ്വർഗങ്ങളിലെ എല്ലാം ജീവികൾ കഴിഞ്ഞിട്ടാണ് ഭൂമിയുടെ ജീവികൾ വരുന്നത്. सारा स्वर्ग का सारा दर्जे का नीचे होकर है भूमि में जो रहने वाले जीवों का। അപ്പൊ സാറാഫുകള് കെരൂബുകള് ദൂതന്മാര് മിഖായേല് ഗബ്രിയേൽ അങ്ങനെ ഒത്തിരി ദൂതന്മാർ പിന്നെ കോടി ദൂതന്മാര് കഴിഞ്ഞിട്ടാണ് സ്വർഗലോകം കഴിഞ്ഞിട്ടാണ് ഭൂമി ലോകം വരുന്നത്. सारा दर्जे को देखो तो सारा फेरूब 24 बोलो ये सब सारा दर्जा सारा दूतों का दर्जा होने के बाद है भूमि का नाम शुरू होता है। നമ്മൾ അവിടെ ഇല്ല. എന്നാൽ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. പിതാവിനെ നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക്. എന്നാൽ നമ്മൾ എവിടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ ഒരുക്കി വെച്ചിരിക്കുന്നത്? നരകത്തിൽ പോകാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ നമ്മളെ ഏറ്റവും അധമ പാതാളത്തിൽ നിന്ന് നമ്മളെ പിടിച്ചിട്ട് പിതാവിന്റെ സിംഹാസനത്തിന് ഏറ്റവും അടുത്ത് ആ അടുത്ത് ദൂതന്മാർക്ക് അവിടെ വരാൻ പറ്റുന്നില്ല. സാറാഫ് കെരൂബുകൾക്ക് അവിടെ വരാൻ പറ്റുന്നില്ല. 24 മൂപ്പന്മാർക്ക് ആ പ്രസൻസി വരാൻ പറ്റത്തില്ല. അത്രയും അടുത്ത് യേശു ക്രിസ്തുവിന്റെ തേജസ്സാൽ നമ്മൾ അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തേജസ്സാലല്ല. കാരണം നമുക്ക് ക്രിസ്തുവിന്റെ തേജസ് നമുക്ക് കിട്ടിയപ്പോൾ ആ അൺഅപ്രോച്ചബിൾ ലൈറ്റിൽ നമുക്ക് അപ്രോച്ചബിൾ ആയി. तो हम देखते समय में इतना नीचे दर्जा वाले हम लोग और हमारा नियुक्ति किधर था? एकदम अधम पाताल में था हमारा नियुक्ति। उधर से प्रभु ने
हमें छुड़ाकर हमें पिता के उपस्थिति में हम जो कभी स्वर्ग का उपस्थिति में नहीं आ पाते थे, ऐसे लोगों को यीशु मसीह खुद उधर एकदम सिंहासन के पास प्रकट होकर हमें भी उतना पास का दर्जा प्रभु ने दे दिया है और हमें भी वही महिमा से धारण दिया है जो मसीह के पास है। 11ാം വാക്യം അവിടെ എത്ര ദൂതന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്? 11वां वचन में उधर लिखा है कितना दूत है उधर। പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആ റാങ്ക് കണ്ടോ? എങ്ങനെ റാങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? ആദ്യം ലിവിംഗ് ക്രീച്ചേഴ്സ്, 4 ലിവിംഗ് ക്രീച്ചേഴ്സ് ഉണ്ട്, കെറൂബുകളാണത്. പിന്നെ മൂപ്പന്മാര്, പിന്നെ നമ്പേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് ടെൻസ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ആൻഡ് അത്രയും ദൂതന്മാരുണ്ട്. അത് കഴിഞ്ഞിട്ടാ ഭൂമി ലോകം തുടങ്ങുന്നത്. तो हम इधर ये दर्जा को हम देखे 11 वचन में क्या लिखा, पहला बहुत सारे अनेक दूतों का शब्द सुना, उसके बाद क्या हुआ, ये 4 जीवियों का शब्द और बुजुर्गों का शब्द, उसके बाद क्या हुआ 10,000 और 10,000 और 10,000 से ज्यादा दूतों का शब्द और 1,000 से ज्यादा दूतों का शब्द उन्होंने सुना। ഇവർ ആർക്കും സ്വർഗത്തിൽ ഒരു ജീവികൾക്കും പിതാവിന്റെ സന്നിധിയിൽ അടുത്ത് വരാൻ ആ പുസ്തകം വാങ്ങാൻ അധികാരം വേദിനസ് ഇല്ലായിരുന്നു. इनको इनमें से किसी को भी योग्यता नहीं था कि वो सिंहासन के निकट आकर वो पुस्तक ले। അപ്പൊ പുസ്തകം എടുത്ത് വാങ്ങിയപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ഒരു പുതിയ സന്തതി അവിടെ, അല്ലെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പിതാവിന്റെ സിംഹാസനത്തിൽ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ സാറാഫും അല്ലെങ്കിൽ 4 ജീവികളും 24 മൂപ്പന്മാര് മാത്രം വണങ്ങിയില്ല, എണ്ണി കൂടാൻ പറ്റാത്ത ദൂതന്മാർ ഇവിടെ എഴുതിയിരിക്കുന്നത് അവരും വണങ്ങി ആരാധിക്കുക. 12ാം വാക്യത്തിൽ യു അലോൺ ആർ വർതി എന്ന് പറഞ്ഞ് അവർ ആരാധന ചെയ്യുന്നുണ്ട്. प्रभु ने वो पुस्तक लिया तो केवल सिर्फ 4 जीवियां ही नहीं और केवल बुजुर्ग ही नहीं पर अनगिनत स्वर्गदूत उधर गिरकर नमन कर बोल रहा है, प्रभु केवल तू ही योग्य है। ഒരു ലാസ്റ്റ് വാക്യം കൂടെ, 13ാം വാക്യം. 13वां वचन, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനം ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രം ബഹുമാനവും മഹത്വവും. ആരൊക്കെയുണ്ട്? 13वां वचन पढ़े। फिर मैंने स्वर्ग में पृथ्वी पर स्वर्ग में पृथ्वी पर, पृथ्वी के नीचे, समुद्र के सब सृजी हुई वस्तुओं और सब सृजी हुई ജീവിയാ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയുടെ അടിയിലുള്ളതും സമുദ്രത്തിലുള്ളതും, അത് പിന്നെ സൃഷ്ടിക്കപ്പെട്ട, അതിന്റെ അർത്ഥം കർത്താവ് എന്തൊക്കെ എത്ര ജീവികളെ സൃഷ്ടിച്ചോ ആ സകല സൃഷ്ടികൾ A to Z ആയ സകല സൃഷ്ടികളും വന്നിട്ട് പിതാവ് സിംഹാസനത്തിന് ഇരിക്കുന്നവനും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കുഞ്ഞാടിനെ നോക്കി അവരെ വണങ്ങി ദൈവത്തെ ആരാധിക്കുക. सारे सृष्टि, सारे जितना भी सृष्टि हुआ है, सारे लोग उधर क्या कर रहे हैं, अपने आप को गिरा कर वो लोग जो सिंहासन पर बैठा है उसको और जो मेमना को वो लोग नमन कर धन्यवाद दे रहे हैं। സഭയ്ക്ക് എത്ര തേജസ് കിട്ടിയപ്പോ? कलीसिया का दर्जा क्या रहेगा? സഭ എവിടെ ഉണ്ട്? അപ്പൊ അവിടെ कलीसिया का महिमा क्या रहेगा? കാരണം ക്രിസ്തു ഏറ്റവും ഫ്രണ്ടിലാണ്, അതിന്റെ കൂടെ സഭ എവിടെയാണ്? कलीसिया कहाँ पर रहेगा? जहाँ मसीह है उसके साथ ही എല്ലാ ജീവികളും ക്രിസ്തുവിനെ നോക്കി ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ പ്രസൻസിൽ നമ്മളും ഉണ്ട്. കാരണം ക്രിസ്തുവിന്റെ കൂടെ ഒട്ടിയിരിക്കുകയാണ് നമ്മള്. सारे सृष्टि जब प्रभु का धन्यवाद आराधना करते समय में उधर हमारा उपस्थिति भी है, हम मसीह का एकदम साथ रहकर हम आराधना करें। ഇതുപോലത്തെ ഒരു വാക്യം വായിച്ചിട്ടുണ്ടോ? ऐसा एक वचन हम पढ़ेगा। ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഫിലിപ്പിയ ലേഖനം 2ാം അധ്യായത്തിന്റെ ഒരു വാക്യമാണ് ഓർമ്മ. तो ये वचन पढ़ते समय मुझे फिलिपियों का पुस्तक 2 अध्याय में जो वचन लिखा वो याद आ रहा है। പിതാവായ ദൈവം ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. पिता परमेश्वर ने एक दिन तैयार किया। ആ ദിവസത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയുടെ അധോലോകത്തിലുള്ളതും പിതാവിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് സകലം മുട്ട് മടങ്ങി യേശു ക്രിസ്തു കർത്താവാണെന്ന് പറയും. तो उधर दो में क्या लिखा है? उधर लिखा है कि स्वर्ग में जो लोग हैं, भूमि में जो लोग हैं, अधोलोक में जो लोग हैं, वो सारे लोग अपने आप को गिरकर वो लोग घुटने में आकर और वो लोग अंगीकार करेंगे कि यीशु मसीह प्रभु है बोलकर वो पिता का धन्यवाद देंगे, पिता का महिमा करेंगे। ഇവിടെ വായിച്ച ജീവികൾ അവർ നിന്നിട്ടാണ് ആരാധിച്ചത്? इधर जो जीविया है वो लोग खड़े रहकर आराधना कर रहे हैं। ഇല്ല, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയുടെ അധോലോകത്തിലുള്ളതും വെള്ളത്തിലുള്ള സമുദ്രത്തിലുള്ളതും എല്ലാ ജീവികളും മുട്ട് മടങ്ങി അവർ പറയുവാണ് വർതി ഈസ് ദ ലാംബ്. जो लोग स्वर्ग में है, भूमि में है,
2 लोग में है और नदिया में है, उधर सब लोग क्या कर रहे हैं? वो लोग अपने आप को घुटने टेक कर वो लोग बोल रहे हैं कि मेमना तू ही योग्य है. അവിടെ പറയുന്നത് എവറി ക്രീച്ചർ, ദൈവം ആരെ സൃഷ്ടിച്ചോ, സ്വർഗത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ അതോ ലോകത്തിലായിക്കോട്ടെ ഏത് ജീവി ആയിക്കോട്ടെ, എല്ലാ ജീവികള് അന്ന് കർത്താവ് സഭയെ വീണ്ടെടുത്ത കാര്യം പിതാവിന്റെ സന്നിധിയിൽ സഭയെ അവിടെ പ്രസ്തുതമാക്കി ഇങ്ങനെ വെച്ചു എന്നുള്ള കാര്യം സകല ജീവികൾ നോക്കിയിട്ട് അവരെ വണങ്ങി ദൈവത്തെ ആരാധിക്കുക. ആ ആരാധനയുടെ അനുഭവം ഉള്ളവരാണ് പ്രിയപ്പെട്ടത്. നമ്മൾ അത് സാക്ഷികളാണ്. നമ്മള് എത്ര വലിയ ഭാഗ്യമാണ് സഭയ്ക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തേജസ് എങ്ങനെയുള്ള തേജസ്സാണ്? महिमा का तो कलीसिया का महिमा के बारे में हम बोलते समय में हमारा भाग्य देखो भाइयों, हमारा आशीष देखो कि सारे सृष्टि सृजी हुए सृष्टि सारे लोग जब घुटने टेक कर परमेश्वर का आराधना करते समय में हम कलीसिया में उधर मसीह के साथ एकदम निकट रहकर प्रभु का धन्यवाद कर रहे हैं. ऐसा कलीसिया का महिमा क्या होगा भाई? അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ആ തേജസ്സിന് വേണ്ടിയിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ തേജസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ആ സമയത്ത് സിംഹാസനത്തിൽ ഏത് സ്റ്റാൻഡേർഡിൽ ഇരിക്കും അതേ സ്റ്റാൻഡേർഡിലേട്ടല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്. जिस तरीके से मसीह किस दर्जे में बैठा जाएगा उसी उनके साथ ही हमें बिठाया गया है कि जब बोलते समय में हमारा आशीष देखो भाई. കാരണം കൊലോസ്യ ലേഖനം 3:4 അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളും അവനെ പോലെ അവൻ തേജസ്സിൽ നമ്മൾ അവന്റെ കൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ആ സ്വർഗ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ സഭയ്ക്ക് കിട്ടിയിരിക്കുന്നത്. जब कलीसिया 3 में पढ़ते समय में जब मसीह जो हमारा जीवन है प्रकट होगा, हम भी उनके साथ महिमा में प्रकट होंगे. ഇന്ന് നമ്മൾ അന്നത്തെ ആ ഭാവിയിൽ നടക്കുന്ന കാര്യം കണ്ടിട്ട്, കാരണം അത് പ്രത്യാശയുള്ള കാര്യമാണ്, അത് ഇന്ന് കണ്ടിട്ട് നമ്മള് വായും കൊണ്ട് ദൈവം എന്റെ പ്രാണനെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വായും കൊണ്ട് പാട്ട് പാടി സ്തുതി ചെയ്ത് അവിടെ നന്ദി പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. आज हम क्या कर रहे हैं? ये जो सच्चाई है, जो महिमा में हम है, ये जो सच्चाई को देखकर है हम होठों से आज धन्यवाद गीत गा रहे हैं. I have a future in heaven for sure എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാക്കല്ല. നമ്മുടെ സ്ഥാനം എന്താണ്? तो हमें एक स्वर्ग में एक भविष्य तैयार करके प्रभु ने रखा है. ये जब भी बोलते समय में उसका सच्चाई क्या है भाई? ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ അറിയാം. ചില വീട്ടുകാർ പിള്ളേർ എന്ത് ചെയ്യും, ഞാൻ ഗൾഫിൽ പോയി പഠിക്കാൻ പോവാ, ഗൾഫിൽ പോയി ജോലി നോക്കാൻ പോവാ, അമേരിക്കയിൽ പോവാ, ലണ്ടനിൽ പോവാ. അപ്പൊ അവർ പറയുമ്പോ അവരെന്തോ പറയുന്നേ, എനിക്ക് ഗൾഫിൽ ഒരു ഭാവിയുണ്ട്, എനിക്ക് അമേരിക്കയിൽ ഒരു ഭാവിയുണ്ട്, എനിക്ക് ലണ്ടനിൽ ഒരു ഭാവിയുണ്ട്. അവർക്ക് ഭാവി ഉണ്ടെന്ന് പറഞ്ഞ് അവര് വിദേശത്തിൽ പോവാ ജോലി നോക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ. അപ്പൊ അവർ അങ്ങനെ സന്തോഷമാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഒരു ചെറിയ സ്ഥലം തന്നിട്ട് നമുക്ക് ഭാവി തന്നു. അങ്ങനെയുള്ള കാര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. आज के बच्चे जब जाते समय में मैं बाहर पढ़ने जा रहा हूँ, अमेरिका जा रहा हूँ, कनाडा जा रहा हूँ, तो वो लोग क्या बोल कर जाते हैं कि कनाडा और अमेरिका में मेरा एक भविष्य है, उधर तैयार है, इसलिए मैं उधर जाकर पढ़ाई करके बन रहा हूँ. और पर परमेश्वर ऐसा छोटी मोटी कुछ जगह देकर है कि हमें स्वर्ग में हमें हमारा भविष्य तैयार करके है. നമ്മുടെ സിറ്റിസൺഷിപ്പ് നമുക്ക് സ്വർഗത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിംഹാസനത്തിൽ ഏറ്റവും അടുത്ത് അതായത് പിതാവിനെ മുഖമുഖമായി കണ്ട് നടക്കുന്ന നമ്മള് രാവിലെ നമ്മളെ ദേവദാസന അടുത്ത വാക്യത്തിൽ അബ്രഹാമിനോട് പറയുക, നീ എന്റെ മുന്നിൽ നടക്കുവാന്ന് പറഞ്ഞാൽ യു വാക്ക് ഫേസ് ടു ഫേസ് വിത്ത് മീ. ചില ട്രാൻസ്ലേഷനിൽ യു വാക്ക് ഫേസ് ടു ഫേസ് വിത്ത് മീ ബ്ലെയിംലെസ്. ആ അനുഭവം നമ്മൾ സ്വർഗത്തിൽ പോയിട്ടും പിതാവിനെ മുഖമുഖമായി കണ്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. വേറെ ഒരു ജീവിക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, വേറെ ഒരു ജീവിക്കും ആ യോഗ്യത കിട്ടിയിട്ടില്ല. സഭയ്ക്ക് മാത്രം, ജയാളികൾക്ക് മാത്രം അത് കിട്ടിയിട്ടുണ്ട്. शिक्षा का दर्जा क्या है कि हमें परमेश्वर से एकदम निकट होकर चेहरे से चेहरे मिलाकर हम चलने का अनुभव में है. जैसे कि हम पहले भी सुने, अब्राहम को प्रभु ने जब भी बोला तू मेरे सामने चल और निर्दोष रहे, तो उसका असलियत क्या है कि तुम मेरे सामने आमने सामने तू चल और निर्दोष रहे. वैसे ही आज हम परमेश्वर का वो महिमा का अनुभव कैसे कर रहे हैं कि आज हम उनका चेहरे से चेहरे मिलाकर हम चलने का अनुभव में हम उनका वो आनंद में हम चल रहे हैं. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവ് നമുക്ക് തന്ന സമയത്ത് തേജസ്സിൽ നിന്ന് തേജസ്സിൽ വളരാൻ നമ്മൾ സമയം ഉപയോഗിക്കാം. जो परमेश्वर हमें समय देता है वो महिमा से महिमा में प्रवेश करने के लिए वो समय का उपयोग करें. സഹായം